പ്രധാനപ്പെട്ട സംഭവം അമേരിക്കയുടേതായിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലേക്കുള്ള മൂവ്മെന്റ് ആണ് നടത്തുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അവര് ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള ഈജിപ്റ്റ്, ഖത്താർ, തുർക്കി ഇതേപോലത്തെ രാജ്യങ്ങളെയൊക്കെ പ്രഷർ ചെയ്തിട്ട് പ്രത്യേകിച്ച് ബൈഡന്റെ അഡ്മിനിസ്ട്രേഷൻ, അതായത് ബൈഡന്റെ ഓഫീസിൽ നിന്നാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ അവര് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മേളിൽ കൂടുതൽ പ്രഷർ ഇട്ട് ഗാസയിലേക്കുള്ള സീസ് ഫയറിലേക്ക് ഒരു വഴി ഒരുക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അപ്പൊ അതിനെ ചൊല്ലി ഇന്നലെ വ്യാഴാഴ്ച രാവിലെ തന്നെ ഈജിപ്ഷ്യൻ റെപ്രസെന്റേറ്റീവ് അവര് ഇസ്രായേലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എത്തിയതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡിസ്കഷൻസ് തുടങ്ങിയായിരുന്നു. അപ്പൊ ഡിസ്കഷനിൽ ഗാസയുടെ സീസ് ഫയർ ആണ് ഏറ്റവും കൂടുതൽ അവിടെ ഫോഴ്സ് ചെയ്ത് പറയിപ്പിച്ചത്. അതിൽ ഹമാസിന്റെ ഭാഗത്തുനിന്ന് അപ്പം ഇസ്രായേൽ അതിന്റെ ആദ്യമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടോ, അപ്പൊ അവിടെ നിന്ന് വന്നതല്ലേ, അപ്പൊ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ ചില കണ്ടീഷൻസ്, ആ കണ്ടീഷൻസ് ഹമാസിന്റെ ഭാഗത്തുനിന്ന് വയ്ക്കുന്ന കണ്ടീഷൻസ്, കോംപ്രഹെൻസീവ് സീസ് ഫയർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതില് ശരിക്കും അവർക്ക് വേണ്ടതെന്ന് എൻറ്റയർ ഫോഴ്സ്, ഇസ്രായേലിന്റെ എൻറ്റയർ ഫോഴ്സ് ഗാസയിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ് നമ്പർ 1 റിക്വസ്റ്റ്. ചെറിയ തോതിലുള്ള വെടിനിർത്തലിന് അവർ തയ്യാറല്ല, അതായത് പൂർണ്ണമായ വെടിനിർത്തൽ. അതായത് ഇത് ലെബനാനിന് കൊടുത്തതുപോലെ ഒരു 60 ദിവസം അതല്ല ഉദ്ദേശിക്കുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് പെർമനന്റ് സീസ് ഫയർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് പെർമനന്റ്, അതായത് കംപ്ലീറ്റ്ലി എൻഡ് ദ വാർ, അത് മുഴുവനായിട്ടും ഈ യുദ്ധം നിർത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു സീസ് ഫയർ ആയിരിക്കണം ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ഫുൾ സ്റ്റോപ്പ് ഇട്ടുള്ള ഒരു പോയിന്റ് ആണ് അവർ അതിനകത്ത് റേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവർ ലാർജ് നമ്പർ ഓഫ് ഗാസൻസ്, അതായത് ഒരുപാട് ആൾക്കാരെ തടവിലാക്കി വെച്ചിട്ടുണ്ട് ഇസ്രായേൽ യുദ്ധക്കുറ്റത്തിനും അങ്ങനത്തെ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിലൊക്കെ. അപ്പൊ ഇങ്ങനെ തടവിലാക്കി വെച്ചിരിക്കുന്ന പാലസ്തീനിയൻസ് അഥവാ ഗാസ സ്ട്രിപ്പിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ അവരുടെ റിലീസിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അവർ കൺസേൺ ആയിട്ടിരിക്കുന്നത്. അതായത് ബന്ദികളെ വിട്ടുകിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മെജോറിറ്റി ഓഫ് ദ പാലസ്തീനിയൻസ്, അതായത് ഈ ഗാസയിൽ നിന്ന് പിടിച്ചു വെച്ചിരിക്കുന്ന പാലസ്തീനിയനെ വിട്ടുകിട്ടണം. അപ്പൊ അതിലൊരു തീരുമാനമായാൽ മാത്രമാണ് ഈ ഒരു ഗാസയിലെ സീസ് ഫയറിന് ഒരു തീരുമാനമാകാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഗാസയിൽ നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ബന്ദികളാണ്. ഈ ബന്ദികളുടെ കാര്യം വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഹമാസ് ആകെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അപ്പൊ ഇതില് ആദ്യമേ തന്നെ ഇസ്രായേൽ ഇതിനെ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. ആ ഡിസ്കഷൻ ആണ് ഇന്ന് നടന്നത്. എന്ന് പറഞ്ഞാല് ട്രൂപ്സിനെ ഫുൾ ആയിട്ട് ഗാസയുടെ സ്ട്രിപ്പിൽ നിന്ന് ഫുൾ ആയിട്ട് പിൻവലിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ അവിടുത്തെ വെപ്പൺ സ്മഗ്ലിംഗ് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ തിരിച്ച് ഗാസയിൽ, അതായത് ഹമാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ അവർക്ക് നോക്കണം. അപ്പൊ അതിനൊക്കെ ഉള്ള സെക്യൂരിറ്റി മെഷേഴ്സ് അതിനകത്ത് പ്രൈമറി ആയിട്ട് ഇസ്രായേൽ അതിനെ നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫുൾ ആയിട്ടുള്ള ട്രൂപ്പ് വിത്ഡ്രോവൽ നടക്കത്തില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫുൾ സ്റ്റോപ്പ് വെച്ചുള്ള ഒരു സീസ് ഫയർ അത് ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. വേണമെങ്കിൽ ഒരു 60 ദിവസത്തെ സീസ് ഫയറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് സംസാരിക്കാം എന്നുള്ളതാണ് ഒരു ഓപ്പണിംഗ് ആയിട്ട് അതിനകത്ത് ഒരു നോട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 60 ദിവസത്തെ സീസ് ഫയറിനുള്ള ഡിസ്കഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഒരു പ്രൈമറി സ്റ്റേജിലുള്ളപ്പോൾ തന്നെ പാർഷ്യൽ ആയിട്ട് ഈ ഒരു ബന്ദികളെ റിലീസ് ചെയ്ത് തുടങ്ങണം. അത് പ്രയോറിറ്റി ബേസിസിൽ വയസ്സായ ആൾക്കാർ, അസുഖബാധിതർ, വുമൺ, ആ രീതിയിലുള്ള കാറ്റഗറി വൈസ് ഇതിന്റെ ഒരു റിലീസ് ഉണ്ടാകണം എന്നുള്ളതാണ് ഇസ്രായേൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇസ്രായേൽ അതാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്നുള്ള ആ ഒരു സഹകരണം അനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള സീസ് ഫയറിന്റെ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ബന്ദികളുടെ ഡീറ്റെയിലിനെ കുറിച്ച് കൂടുതൽ ഇസ്രായേൽ ചോദിക്കുകയുണ്ടായി. അപ്പൊ അവിടെ നിന്ന് ഈജിപ്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ടൈം എടുക്കും, ഒരു സെവറൽ ഡേയ്സ് ടൈം. അതായത് ഈ ഒരു സീസ് ഫയർ സ്റ്റാർട്ട് ആകുന്നു, ഈ വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള ഒരു കരാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിസ്റ്റ് കൈമാറാം. ഒരു വിത്തിൻ 7 days, ഒരു സെവറൽ ഡേയ്സിനുള്ളിൽ തന്നെ വിത്തിൻ എ വീക്കിൽ അവർക്ക് ലിസ്റ്റ് കൈമാറാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. തൽക്കാലം അവർക്ക് ലിസ്റ്റ് കൈമാറാൻ പറ്റത്തില്ല. കാരണം ഈ ഹമാസിനെ നിയന്ത്രിക്കുന്ന പല ആൾക്കാരും വെളിയിലാണ്, പുറം രാജ്യങ്ങളിലാണ്. ഇതിൽ എത്ര പേര് എവിടെ ഇരിക്കുന്നു, ഏതാണെന്നൊന്നും ഇവർക്ക് ആർക്കും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ബന്ദികളുടെ പേരും വിവരങ്ങളും പോലും ഇവർക്ക് ശരിക്കും അറിയാത്ത അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവര് ഒരു റഫ് ഐഡിയ കൊടുത്തിട്ടുണ്ട്. ആ റഫ് ഐഡിയയിൽ ശരിക്കും ഒരു 97 പേര് ഇപ്പൊ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. പിന്നെ ഒരു 7 പേര് ഗാസയ്ക്കുള്ളിൽ തന്നെയാണ് ഉള്ളത്. ബാക്കിയുള്ള 97 പേരെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് ഈ റഫ ബോർഡർ കടന്ന് ഈജിപ്തിന്റെ ഉള്ളിലായിരിക്കാനാണ് ഏറെക്കുറെ സാധ്യത. അതുകൊണ്ടായിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ വന്ന ഈജിപ്ഷ്യൻ ഏജന്റ് ഇത് പറയാനുള്ള ഒരു കാരണം. 97 പേര് ജീവിച്ചിരിപ്പുണ്ട്. 34 പേരുടെ ഡെഡ് ബോഡി അവരുടെ പക്കലുണ്ട്. അത് കൂടാതെ 7 പേര് ഗാസ സ്ട്രിപ്പിന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളതെന്നുള്ള ഒരു കൺഫർമേഷനാണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു ബന്ദികളെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റസ്. പിന്നെ ഇതിനു മുമ്പ് അവർ നവംബറിൽ ഒരു 105 പേരെ ഓൾറെഡി അവർ കൈമാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ഒരു 34 ഡെഡ് ബോഡീസും അവർ ഗാസയിൽ നിന്ന് തന്നെ IDF റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ ചേർത്താണ് ഈ ഒരു 200+ ആയിട്ടുള്ള ഈ ഒരു ബന്ദികളായിട്ടുള്ള കണക്ക് വരുന്നത്. നെതന്യാഹു ഈ ലെബനാൻ സീസ് ഫയറിന് കഴിഞ്ഞതിന് ശേഷം ലെബനാന്റെ ഉള്ളിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അത് ഇന്നാണ് ആ ഒരു അറ്റാക്ക് നടത്തിയത്. അവിടെ വീണ്ടും ഒരു വയലേഷൻ കണ്ടെത്തി. ഹിസ്ബുള്ളയുടെ ഒരു റോക്കറ്റ് ലോഞ്ചർ സ്പോട്ട്, അവിടെ ഒരു വെപ്പൺ സ്റ്റോറേജ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സീസ് ഫയറിന് ശേഷം കണ്ടെത്തിയതായിട്ടാണ് ഇസ്രായേൽ IDF അതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
ആ ഒരു സ്പോട്ട് നിങ്ങൾ കാണുന്ന ആ ഒരു സ്ഥലം ഇന്ന്, അതായത് മീൻസ് വ്യാഴാഴ്ച അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതിൽ വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും രീതിയിൽ ഹിസ്ബുള്ളയുടെ ഒരു റോക്കറ്റ് ഇനി ഇസ്രായേലിന്റെ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, ബെഞ്ചമിൻ നെതന്യാഹുവിന് അതൊരു തോൽവിയാവും. കാരണം അത് നെതന്യാഹുവിന്റെ ഓൺ കപ്പാസിറ്റിയിൽ ഈ ക്യാബിനറ്റ് മിനിസ്റ്ററിയൊക്കെ കൺവിൻസ് ചെയ്ത് നമ്മുടെ ബൈഡന്റെ പ്രഷർ മൂലം ഉണ്ടാക്കിയ ഒരു സീസ് ഫയർ ആണ് ഇവിടെ ലെബനാനുമായിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ അത് പബ്ലിക്കിന്റെ ഇടയിൽ അതിനൊരു നെഗറ്റീവ് ഒപ്പീനിയൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. അതുപോലെ വീണ്ടും ഹിസ്ബുള്ളയെ അടിച്ചു തുടങ്ങേണ്ടി വരും. ഈ ഒരു സീസ് ഫയർ എത്രത്തോളം ഈ ബൈഡനും മാക്രോണും തന്നെ പുഷ് ചെയ്ത് നടത്തിപ്പിച്ചെങ്കിലും മാക്രോണിന്റെ സ്വന്തം താല്പര്യം, മാക്രോണിന്റെ അതായത് ഫ്രാൻസിന്റെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ലെബനാനിൽ കിടപ്പുണ്ട്, അത് മൊത്തം തകർന്ന് തരിപ്പണമാകുന്നുള്ള ഒരു കൺസേൺ ഉള്ളത് കൊണ്ടാണ് മാക്രോൺ ഇതിനകത്ത് അത്ര ഡീപ്പായിട്ട് ഇടപെട്ടതിന്റെ ഒരു കാരണം. അപ്പൊ എന്തായാലും ഇതിപ്പോ നടന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ ഈ സീസ് ഫയർ ഒന്ന് ഫോളോ ചെയ്യാൻ തന്നെയാണ് പിന്നെ ഹിസ്ബുള്ള ആലോചിക്കുന്നത്. കാരണം ഇവരെ ഇനിയിപ്പം ഹിസ്ബുള്ളയ്ക്കും ഒരു ശ്വാസം എടുക്കാനുള്ള ഒരു ടൈം വേണം. കാരണം അവർ ഈ പേജർ അറ്റാക്ക് കൊടുത്ത് ഷോക്ക് ചെയ്യിപ്പിച്ചിട്ട് അങ്ങ് തുടരെ അറ്റാക്ക് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു രീതിയിലും അവർക്ക് സമയം കൊടുത്തില്ല ഇസ്രായേൽ. അതാണ് അതിൽ ഏറ്റവും വലിയൊരു ഇത്. അതുകൂടാതെ തന്നെ ഇവരുടെ പിന്നെ സറൗണ്ടിങ്ങിൽ ഇവരുടെ വെപ്പൺ കടത്തുന്ന ടണൽ എല്ലാം നോക്കി അങ്ങ് അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മിനിഞ്ഞാന്ന് വരെ, ഇന്നലെ വരെ സിറിയ ബോർഡറിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ട് കൃത്യമായിട്ടുള്ള വാണിംഗ് സിറിയയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ലെബനാനെ സപ്പോർട്ട് ചെയ്ത്, അതായത് ഈ ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ആയുധക്കടത്തോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിറിയയെ അറ്റാക്ക് ചെയ്യുന്നുള്ള ഒരു ഓപ്പൺ വാർണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹമാസ്, ഹൂത്തീസ്, ഹിസ്ബുള്ള, ഇസ്ലാമിക് റെസിസ്റ്റന്റ് ഇത്രയും പ്ലസ് ഇറാൻ ഇത്രയും നേരിട്ട ഇസ്രായേലിന് സിറിയയെ അടിക്കാൻ യാതൊരു മടിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ വന്നെങ്കിലും നെതന്യാഹു അവരുടെ ക്യാബിനറ്റുമായിട്ട് ചേർന്ന് ഡിസ്കസ് ചെയ്ത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു, അതായത് ഈ പ്രഷർ ചെയ്ത് വന്ന സീസ് ഫയർ ആണെങ്കിലും അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റാം എന്നുള്ള രീതിയിൽ നല്ലൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ഒരു സീസ് ഫയർ പിന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏത് നേരത്തും ഇസ്രായേലിന് അറ്റാക്ക് ചെയ്യാനുള്ള ഫ്രീഡം അത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ ഒരു സീസ് ഫയർ പോയിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സീസ് ഫയർ അല്ല. സീസ് ഫയർ എന്ന് പറയുന്നത് മറ്റവർക്കാണ്, ഹെസ്ബുള്ളയ്ക്കാണ്. അവരെന്തെല്ലാം വിജയാഘോഷം നടത്തിയാലും ഇപ്പൊ അവരുടെ കൈകളാണ് പിന്നെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ളത്. അവർക്ക് ഒരു റോക്കറ്റ് പോലും വിടാൻ പറ്റത്തില്ല. കാരണം ഈ റോക്കറ്റ് ഒക്കെ വിട്ടു കഴിഞ്ഞാൽ, ഒരു റോക്കറ്റ് വിട്ടെന്നുള്ള തെളിവ് ഇസ്രായേൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അറിയാം, അമേരിക്ക നേരിട്ടിറങ്ങും. ബാക്കിയുള്ള അറബ് രാഷ്ട്രങ്ങൾക്കൊന്നും ഇതിൽ യാതൊരുവിധ കൺസേൺ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. ഓൾറെഡി ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പോഴും ഈ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോഴും ചുറ്റാകെ ഇരുന്ന അറബ് രാഷ്ട്രങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരുന്നത് അവരാരും ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ അവർ ജസ്റ്റ് മീറ്റിംഗ് കൂടി റെസൊല്യൂഷൻ പാസ്സാക്കി ഒപ്പിടാൻ മാത്രമേ അവർക്കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഹിസ്ബുള്ള കുറിച്ച് നോക്കിയും കണ്ടേ കളിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു രീതിയിൽ നെതന്യാഹു ഇന്ന് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മളുടെ IDF സോൾജേഴ്സിനും കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്. കാരണം അവർ കണ്ടിന്യൂസ് ആയിട്ട് 14 months ആയിട്ട് ഈ ഒരു വാർ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുത്തതെന്നാണ് പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകുന്നുണ്ട്. അപ്പൊ ഗാസയിലേക്കുള്ള സീസ് ഫയറിലേക്കുള്ള ഓപ്പൺ ടിക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്ന മുറയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഖത്താറിന് യാതൊരു റോളും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖത്താർ ഇതിനകത്ത് ഇടപെടുന്നില്ല. അതേപോലെ അതിന് ആ ഒരു റോള് ഇപ്പം ഈജിപ്റ്റ് ആണ് അതിന്റെ ഒരു റോള് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈജിപ്റ്റുമായിട്ടാണ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഡിസ്കഷൻസ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. പിന്നെ റഷ്യ ഉക്രൈൻ വാറിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ റഷ്യ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിക്കും എന്നുള്ള ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് റഷ്യയെ ഇപ്പൊ അടിക്കും, ഇതാ അടിക്കും, നാളെ അടിക്കും എന്ന് പറഞ്ഞുള്ള ഒരു പിന്നെ ത്രെട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെ കൊണ്ട് അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിലുള്ള മിക്ക രാജ്യങ്ങളും അവർ ഫിനാൻഷ്യൽ സേഫ്റ്റി നോക്കി വളരെ പിന്നെ സെക്യൂർഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ്. അപ്പൊ അത് വളരെ ചുരുക്കമാണ്. പിന്നെ ഈ നാറ്റോ എന്നുള്ള പേര് വരുന്നെങ്കിലും അടിക്കുന്നെങ്കിലും അമേരിക്ക തന്നെ ഇറങ്ങി അടിക്കേണ്ടി വരും, അല്ലാതെ വേറെ ആരും അതിനകത്ത് ഇടപെട്ട് അടിക്കാൻ പോകുന്നില്ല. ആ ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഇത് പുടിന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പുടിൻ കൃത്യമായിട്ട് തന്നെ കരുക്കൾ നീക്കുന്നത്. ഒരുപാട് സ്ഥലം, അത് ഈ മാപ്പിൽ കാണിക്കുന്ന അത്രയും സ്ഥലം റഷ്യ ഇപ്പൊ ഈ ഇട കൊണ്ട് പിടിച്ചെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇവര് US നിന്ന് മൈൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മൈൻ ഇതുവരെ ഉക്രൈൻ വന്ന് എത്തിച്ചേർന്നിട്ടില്ല. ഈ മൈൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ കുഴി ബോംബ്. അതായത് പണ്ട് ഇതിന് മൈൻ എന്ന് പേര് വരാനുള്ള കാരണം തന്നെ പണ്ട് ഈ സ്ഥലം എന്റെ സ്ഥലം എന്നുള്ള ഒരു അവകാശം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ ആൾക്കാരുടെ ഒരു പ്രിവെന്റീവ് മെത്തേഡായിരുന്നു ഈ മൈൻ കണ്ടുപിടിച്ചുകൊണ്ട് വെച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് മൈൻ, അതായത് എന്റേത്, ഈ സ്ഥലം എന്റേത് എന്ന് പറഞ്ഞ ആ ഒരു വാക്കിന്റെ പേര് തന്നെയാണ് ഈ ഒരു കുഴി ബോംബിനുള്ളത്, മൈൻ. കാരണം അവിടെ പിന്നെ വേറെ അനധികൃതമായിട്ട് ആൾക്കാർ വന്ന് അവിടെ കാല് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൊട്ടിത്തെറിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടുപിടിച്ച് വെച്ചത്. അപ്പൊ സ്ഥലം ആക്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മൈൻ കണ്ടുപിടിച്ചത്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് മൈൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ ഉക്രൈൻ എത്തിയിട്ടില്ല. സെലൻസ്കി ആണെങ്കിൽ നിത്യേന വെസ്റ്റേൺ രാജ്യങ്ങളെടുത്ത് നമുക്ക് ഡിഫൻസ് സിസ്റ്റം വേണം, കാരണം ആകാശത്ത് മൊത്തം പിന്നെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെയാണ് ഈ പിന്നെ മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് പുള്ളി പറയുന്നത്. സെലൻസ്കി ആണെങ്കിൽ നിത്യേന ഇരുന്ന് കരച്ചിലാണ്. പക്ഷെ ഇത് നോക്കാൻ ഒരു വെസ്റ്റേൺ രാജ്യങ്ങൾ ഒരു നാറ്റോയും വരുന്നില്ല എന്നുള്ളതാണ്.
ഇതൊക്കെ ഈ വാക്കും കേട്ടോണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു, എന്തിനാണ് പോയി നാറ്റോയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്നത്, വെറുതെ ഇരുന്നാൽ പോരെ അവിടെ. അതുപോലെ പാകിസ്ഥാന്റെ സ്ഥിതി കുറച്ചുകൂടെ വഷളാവുന്നു. കാരണം ഇന്നലെ മുതൽ അവിടെ ലോക്ക്ഡൌൺ ആയിരുന്നു. അപ്പൊ ലോക്ക്ഡൌൺ ഇന്ന് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതുകൊണ്ട് ഇമ്രാൻഖാന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് ഉൾവലിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവര് തിരിച്ചു വരും എന്നാണ് കണക്കുകൂട്ടപ്പെടുന്നത്. ഇന്ന് എന്തായാലും ലോക്ക്ഡൌൺ പിൻവലിച്ചിട്ടുണ്ട്. ഇനിയും ഒരു അനൗൺസ്മെന്റ് കൂടെ ഇമ്രാൻഖാൻ ജയിലിൽ നിന്ന് വിടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഈ ഒരു കലാമിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇതിന്റെ പുറകിൽ ഒരു മില്ലിയനിയർ ആയിട്ടുള്ള ഒരു പണച്ചാക്ക് UK നിന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇമ്രാൻഖാനെ. അയാളാണ് ഈ ഫണ്ട് ഒഴുക്കുന്നത്. തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ ഒരു പൊളിറ്റിക്കൽ റെജിം ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ആ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. തൊട്ടടുത്ത ബംഗ്ലാദേശിലാണെങ്കിൽ നല്ല രീതിയിലുള്ള അട്രോസിറ്റീസ് നടക്കാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറെ ഫൂട്ടേജസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നടക്കുന്ന കലാപങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചേക്കാം, പോയി കണ്ടാൽ മതി. അപ്പൊ അത്രമാത്രമുള്ള ഒരു അട്രോസിറ്റി, അതായത് ഹിന്ദുക്കൾക്കെതിരെയുള്ള ലഹളയാണ് അവിടെ നടക്കുന്നത്. ഇത് ശരിക്കും ഈ ഒരു ഇഷ്കോൺ ടെമ്പിളിന്റെ അവിടെ ഒരു സ്ഥാപനമുണ്ട്. ഈ ഇഷ്കോൺ എന്ന് പറഞ്ഞത് ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഈ ടെമ്പിളുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന അവർ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ഹിന്ദു ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഒരു ടെമ്പിൾ ആണ് ശരിക്കും അവിടെ ഉള്ളത്. അപ്പൊ അതിന്റെ തലപ്പത്തുള്ള ആളാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ചിന്മയ് ദാസ് എന്ന് പറഞ്ഞ സന്യാസി. അപ്പൊ അയാളെ പിടിച്ചകത്തിട്ട് അയാൾ ശരിക്കും പറഞ്ഞാൽ ചിറ്റഗോങ്ങിൽ നിന്ന് ധാക്കയിലോട്ടാണ് ട്രാവൽ ചെയ്തത്. അല്ലാതെ അയാൾ നാട് വിട്ടു പോകാൻ ഒരുങ്ങിയതല്ല. അയാളെ നാട് വിടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇതൊക്കെ കോടതിയിൽ തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ബംഗ്ലാദേശ് കോടതിയൊക്കെ ആരുടെ രീതിയിലാണെന്ന് ആർക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഇതിനകത്ത് ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നാളെ ആയിരിക്കും വരുന്നത്. ഇന്ന് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഡീപ്പായിട്ട് പാർലമെന്റിൽ ജയശങ്കർ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ ജയശങ്കർ പാർലമെന്റിൽ അതിനെക്കുറിച്ച് ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള നടപടിക്രമങ്ങൾ ഇനിയിപ്പോ നാളെ നമ്മുടെ ഇന്ത്യൻ കോൺവായുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ എന്താണ് നടപ്പാക്കേണ്ടത് നമ്മൾ ആദ്യമേ മാന്യമായിട്ട് പറഞ്ഞു നോക്കുക. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇന്ത്യൻ ഗവൺമെന്റ് പോകുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ അപ്ഡേറ്റ്സ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.